നമ്മുടെ കൂടെ ഇന്നുള്ളത് തേജയാണ്. ഇപ്പൊ തേജയെ ഞാൻ സ്പെഷ്യലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഏകദേശം എല്ലാവർക്കും അറിയാം. ഈ വർഷത്തെ IIT ജാം എക്സാമിലെ കേരള ടോപ്പറാണ്. അതേപോലെ തന്നെ ഗേറ്റ് എക്സാം BSc സമയത്ത് തന്നെ ഗേറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റി. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാമുകളായ TIFR എന്റെ എക്സാം കഴിഞ്ഞു, അത് ക്വാളിഫൈ ചെയ്താൽ ഇന്റർവ്യൂ കഴിഞ്ഞു, അത് നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നാണ് തേജയിൽ നിന്ന് അറിയാൻ പറ്റിയത്. അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. അതിലും എന്തായാലും തേജ ഉണ്ടാവും എനിക്ക് ഉറപ്പാണ്. നമുക്ക് നോക്കാം. ഓക്കെ അല്ലെ? അപ്പൊ ഏറ്റവും നല്ല എഴുതിയ എല്ലാ എക്സാമിലും നല്ല രീതിയിൽ തന്നെ തേജക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിൽ എസ്പെഷ്യലി ജാം എക്സാമിന് കേരള ടോപ്പറാണ് എന്നാണ്. ഓൾ ഇന്ത്യ റാങ്ക് 32 കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു പ്രിപ്പറേഷൻ എന്തായാലും അതിനൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെ ചെയ്തിട്ടുണ്ടാകും തേജ. എന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു നല്ല റാങ്കിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പം ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്, എസ്പെഷ്യലി നമ്മുടെ അപ്കമിങ് സ്റ്റുഡൻസ്, ഇപ്പം BSc ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ എങ്ങനെയാണ് ഇത്രയും നല്ല റാങ്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അവരോട് ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഇന്നു മുതൽ ജാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. എസ്പെഷ്യലി ടുവേർഡ്സ് എൻഡ് ഇപ്പൊ എന്താണ് ഇതൊക്കെ എക്സാം ക്ലിയർ ചെയ്തെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഇതിന് മുന്നേ ഉള്ള ഒരു ജേണി, ജാം പ്രിപ്പറേഷന്റെ ജേണിയും കാര്യങ്ങളൊക്കെ അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എല്ലാവർക്കും. അപ്പൊ അതൊന്ന് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നു തേജ. താങ്ക് യു സർ. ഞാൻ ബെൻസിൽ ജോയിൻ ചെയ്യാൻ തന്നെ കാരണം ഞാൻ ബെൻസിന്റെ കരിയർ ഗൈഡൻസും അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ലാസ്റ്റ് ഇയർ റിസൾട്ട്സ് ഒക്കെ കണ്ട് ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ബെൻസിൽ ചൂസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ജൂണിലാണ്, ജൂൺ ലാസ്റ്റ് എന്തോ ആയപ്പോഴാണ് ജോയിൻ ചെയ്തത്. ഞാൻ ഓൺലൈൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ക്ലാസ് കാണും, നോട്ട്സ് എഴുതും, അങ്ങനെ. പിന്നെ എനിക്ക് ഓർഗാനിക് കെമിസ്ട്രി നല്ല വീക്കായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ടെൻഷനിലാണ് ഒന്ന് ഓഫ്ലൈൻ പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്നത്. പിന്നെ അവിടെ 1 വീക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ അതൊക്കെ ആയി കുറച്ച് ഓൺലൈൻ തന്നെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ അതൊരു ട്രാക്കായി ഞാൻ ഓൺലൈനിൽ തന്നെ പോയി. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനത് ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ ആണെന്ന് തോന്നുന്നു. ആ 1 വീക്ക് ആണെങ്കിൽ ഓഫ്ലൈനിൽ പോയി അവിടുത്തെ അവസ്ഥയൊക്കെ കാണുന്നത്, നമ്മൾ ആരുടെ കൂടെയാണ് കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. തോന്നുന്നു നിങ്ങൾ ഓൾറെഡി ആ ക്ലാസ് റൂം ഒന്ന് കണ്ടത് ആ കൊണ്ട് നിങ്ങൾക്ക് അറിയാലോ, ഓൺലൈൻ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നാലും ഞാനെങ്ങാനും ലൂസായി കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു പേടി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ അല്ലെ? അതെ, എല്ലാരും ഏത് രീതിയിലാ പ്രിപ്പയർ ചെയ്യുന്നത് മനസ്സിലാക്കി. അപ്പൊ അതിനുശേഷം മുതൽ ഞാൻ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പൊ ആദ്യം ഞാൻ പ്ലാൻ ചെയ്ത് ഒരു ഫസ്റ്റ് 3 മന്ത്സിൽ സിലബസ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ഞാൻ ക്ലാസ്സസും അതിന്റെ കൂടെ തന്നെ ഞാൻ പ്രോബ്ലം സോൾവിങ്ങും ചെയ്യുമായിരുന്നു. പിന്നെ ആപ്പിൽ കുറെ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്, അതിലും അറ്റൻഡ് ചെയ്ത അങ്ങനെയാണ് ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തൊരു 3 മന്ത്സ് ബൈ ദ എൻഡ് ഓഫ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും എന്റെ സിലബസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. പിന്നെ ഞാൻ കൂടുതലും പ്രോബ്ലം സോൾവിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പ്രോബ്ലം സോൾവിങ് ഇതിന്റെ കൂടെ തന്നെ റിവിഷൻ. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് ചെയ്യുമ്പോഴും ഞാൻ ഫസ്റ്റിൽ ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കുമായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നതൊക്കെ. രണ്ടാമത് ഞാൻ പ്രോബ്ലം സോൾവിങ്ങിൽ വരുമ്പോൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസിന്റെ കൂടെ മുന്നേ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് വീണ്ടും നോക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ പ്രോബ്ലം സോൾവിങ്ങിന് കാര്യമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കുട്ടികൾ. തേജ ഓഫ്ലൈനിൽ ഒരു 1 വീക്ക് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വീട്ടിലേക്ക് മാറി. തേജ ഇവിടെ ആയിരുന്നെങ്കിൽ ഒരു ഫസ്റ്റ് റാങ്ക് എന്നൊക്കെ ഇവിടെ കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ വളരെ നല്ല റാങ്ക് തന്നെയാണ്. എങ്ങനെയായാലും തേജ അത് എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന ആ ഒരു സീരിയസ് പ്രിപ്പറേഷൻ കണ്ടതുകൊണ്ടായിരിക്കാം. ഓൺലൈനിലാണെങ്കിലും തേജ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു. ഓക്കെ. പക്ഷെ സ്റ്റിൽ നമ്മുടെ ഈ എത്ര ടൈം പ്രിപ്പയർ ചെയ്തു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നും? കാരണം ഓഫ്ലൈൻ എന്ന് പറയാനില്ല, തേജ ആകെ ഒരു 1 വീക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഓൺലൈൻ ക്ലാസ്സുകൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ടോപ്പ് റാങ്കിലേക്ക് വരെ എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്തു? അതേപോലെ എല്ലാ ദിവസവും ഒരു പ്രോപ്പർ ഷെഡ്യൂളിൽ തന്നെയായിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത്? സർ, എനിക്കൊരു പ്രോപ്പർ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഡെയിലി ആദ്യമൊക്കെ ഒരു 10 hours അങ്ങനെയായിരുന്നു ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചില ദിവസം 12 hours വരെയൊക്കെ പോകും. പക്ഷെ അതെന്നാലും അങ്ങനെ കൺസിസ്റ്റന്റ് അല്ല. പക്ഷെ 8 to 10 hours എന്തായാലും ലാസ്റ്റ് ഡേ വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലങ്ങനെ ടൈം അതിലും കുറഞ്ഞിട്ടില്ല. ചെറിയൊരു കാര്യം, ഞാൻ റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഒരുപാട് ഓർമ്മയുണ്ടാവില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നുള്ളൂ. ജാം എക്സാം കഴിഞ്ഞപ്പോ, കാരണം നിങ്ങൾ ഡയലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജൂൺ മുതൽ ഫെബ്രുവരി വരെ എല്ലാ ദിവസവും 8 to 10 hours പഠിക്കുകയും, എന്നാൽ ജാം എക്സാം അത്ര സംഭവം കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അതിനനുസരിച്ച് എന്താണ് കട്ട് ഓഫ് മാർക്ക് കുറയും, നമുക്ക് എല്ലാവർക്കും അറിയാം.
എന്നിരുന്നാലും എക്സാം ടഫ് ആകുമ്പോൾ ആദ്യം നമ്മളൊന്ന് എന്താണ് ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് ഫേവറബിൾ ആയില്ല എന്നൊക്കെ ഒരു തോന്നൽ വരുമല്ലോ. ഈവൻ തേജക്കും അത് ഉണ്ടായിരുന്നു, നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പം കുട്ടികൾക്കൊക്കെ അങ്ങനെ ഉണ്ടാകുന്നതാണ്. ആക്ച്വലി അതിന്റെ ഒരു ആവശ്യമുണ്ടോ? അതിന്റെ ഒരു ആവശ്യം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ നമ്മളെ ആ ഒരു മെന്റാലിറ്റിയിൽ ആ സമയത്ത് ആ സമയത്ത് എങ്ങനെയാലും അത് ഞാനും വന്നു അല്ലേ? അതെ അതെ. എക്സാമിന് പോകുന്നതിന് മുമ്പൊന്നും എനിക്ക് ടെൻഷനൊന്നും, എനിക്ക് പൊതുവെ അങ്ങനെ എക്സാം സ്ട്രെസ് അങ്ങനെ ഉണ്ടാവാറില്ല. ഞാൻ കൂളായിട്ട് തന്നെയാണ് പോയത്. ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴായാലും എനിക്ക് ആദ്യം അതൊക്കെ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു. പിന്നെ എനിക്കും മാത്തമാറ്റിക്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാതെ കൂടുതൽ വന്നു. അങ്ങനെ കുറച്ച് ഇതൊക്കെ ആയപ്പോ, പക്ഷെ എന്നാലും എഴുതുന്ന സമയത്ത് എനിക്ക് അങ്ങനെ സ്ട്രെസ് ഉണ്ടായില്ല. എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാണ് ഞാനൊന്ന് പ്രോസസ് ചെയ്യുന്നത്. എന്തൊക്കെയോ ഇവിടെ ഇവിടെയൊക്കെയോ പറ്റി. പിന്നെ സാർ ആ സമയത്ത് തന്നെ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു എല്ലാവർക്കും പൊതുവെ ഡിഫിക്കൽട്ട് ആണ് എക്സാം. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു വീക്ക് ഞാൻ നല്ല ഡൗൺ ആയിരുന്നു. പിന്നെ ഞാൻ ജയിച്ച് 2 വീക്സ് കഴിഞ്ഞ് എന്തായാലും ഞാൻ കാര്യമായി ഒന്നും പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ സാറ് വിളിച്ചൊന്ന് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ഒക്കെ ചെയ്തപ്പോഴാണ് ഞാൻ വീണ്ടും എഴുത്തിന് വേണ്ടിയും കുറച്ചൊക്കെ നോക്കിയത്. എന്നാലും ഞാൻ ഇങ്ങനെ കാര്യമായിട്ടൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. അത് അത് പിന്നെ ഈവൻ കഴിഞ്ഞ തോന്നിയിട്ടുണ്ടായിരുന്നു ദിവസം അങ്ങനെ അമലയും വിചാരിക്കേണ്ട. പറഞ്ഞു. ജാം കഴിഞ്ഞതോടുകൂടി അമലയും നിങ്ങൾ രണ്ടുപേരാണ് അപ്പം ടോപ്പ് 2 വന്നിട്ടുണ്ട്. അപ്പൊ അമലയും പറഞ്ഞു ജാം ആ ഒരു ഫേവറബിൾ അല്ല എന്ന് തോന്നി പോയത് കൊണ്ട് മാത്രമാണ്. ഈവൻ ഗേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇനിയും എത്രയോ ബെറ്റർ റാങ്ക് ഈസി ആയിട്ട് കിട്ടുന്ന ആളുകളാണ് നിങ്ങളെല്ലാം. പക്ഷെ ആ ഒരു എക്സാമിന്റെ എഫക്ട് ഈവൻ ഗേറ്റിനെ കാര്യമായി ബാധിച്ചെന്ന് തോന്നുന്നു അല്ലേ? കുറച്ചൊക്കെ ബാധിച്ചു. ആ ഒരു ഒറ്റൊരു മൂഡ് പോയതുപോലെ തന്നെയായി. പിന്നെ സാറ് വിളിച്ച് ഇല്ല ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തു ചെയ്യാൻ. എങ്ങനെ ഉണ്ടായിരുന്നു TIFRന്റെ ഒരു എക്സാമും അതേപോലെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? TIFRന്റെ എക്സാമിന് ഞാൻ അങ്ങനെ കാര്യമായിട്ട് TIFRനായിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഒരു 2 വീക്സ് 3 വീക്സിൽ പ്രീവിയസ് ഇയർ ഒരു ലാസ്റ്റ് 8 to 10 yearsന്റെ മുഴുവൻ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയി. പിന്നെ മാത്തമാറ്റിക്സും കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ മാത്രമേ ആ ജാമിന്റെ പ്രിപ്പറേഷന്റെ കൂടെ തന്നെയാണ് ചെയ്തത്. സെപ്പറേറ്റ് ആയിട്ട് അതിനുവേണ്ടി മാത്രമായിട്ട് അങ്ങനെ നോക്കിയിട്ടില്ല. ഇന്റർവ്യൂവിന്റെ എക്സ്പീരിയൻസും ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് പോയപ്പോൾ തന്നെ ഒരു ഓറിയന്റേഷൻ സെഷൻ പോലെ ഉണ്ടാവും. ഇവിടെ ഫാക്കൽറ്റീസിനൊക്കെ ഇന്റർവ്യൂ ചെയ്യും, അവരെന്തൊക്കെ റിസർച്ച് വർക്കാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ, ക്യാമ്പസ് ലൈഫ് അതൊക്കെ പറ്റി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ലാബ് ടൂർസ് ഉണ്ടാവും. അവിടെ ഉള്ള ഓരോ അവരെല്ലാം റിസർച്ച് ലാബ്സും. കാണിച്ചു തരില്ലേ ആ നമുക്ക് എല്ലാ ലാബ്സും? അതെ, അവർ എക്സ്പ്ലെയിൻ ചെയ്യും എന്തൊക്കെ ഇവിടെ ഏതൊക്കെ പ്രൊഫസേഴ്സ് എന്തൊക്കെ വർക്ക്. ഇന്റർവ്യൂ തന്നെ അവര് ഡിപ്പാർട്ട്മെന്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരില്ലേ എല്ലാ ഫെസിലിറ്റീസും? സർ ഓൾമോസ്റ്റ് എല്ലാം കാണിച്ചു തരും. ടിൽ ആഫ്റ്റർനൂൺ ഇങ്ങനെ ഓറിയന്റേഷനും ലാബ് വിസിറ്റ്സ് ഒക്കെയാണ്. പിന്നെ ലഞ്ചിന് ശേഷമാണ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ ആ ഫസ്റ്റ് ഡേയിൽ തന്നെ ഏറ്റവും ലാസ്റ്റിൽ ഒരു 7 o'clock എന്തോ ആയി എന്റെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഈവൻ പാനൽസ് ആയാലും നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു. ആദ്യം ഓരോ കാഷ്വൽ കോൺവെർസേഷൻ ഒക്കെ ആക്കി പിന്നെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യും. അതും അവർ ഒട്ടും സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെയായിരുന്നു പോയി. ഈവൻ നമ്മൾക്ക് ചില ഡൗട്ടോ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അവർ മാക്സിമം നമ്മളെ റിലാക്സ് ചെയ്ത് നമ്മളെ കംഫർട്ടബിൾ ആക്കി തന്നെയായിരുന്നു ഇന്റർവ്യൂ. അതൊരു 45 to 50 minutes ഉണ്ടായിരുന്നു ഇന്റർവ്യൂ. എന്താണ് പ്ലാൻ? TIFRൽ തന്നെ ജോയിൻ ചെയ്യാന്നുള്ള ഒരു പ്രയോറിറ്റി ഉണ്ടോ? എനിക്ക് ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് ഭയങ്കര സ്ട്രെസ് ആയിട്ട് തോന്നുന്നു എവിടെ പോണം എന്നുള്ള കാര്യം ചൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസം മുന്നേ എന്നെ ലാസ്റ്റ് ഇയർ ഫിദ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫിദ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇതാണ്, സർ കുട്ടികൾക്ക് എന്തായാലും ഒരു മീറ്റിംഗ് വെച്ച് കൊടുക്കണം. കാരണം ജാം കിട്ടുന്നതിനേക്കാളും ഡിഫിക്കൽട്ട് അതെ ആണ് എവിടെ ചൂസ് ചെയ്യണം എന്നുള്ളത്. കഴിഞ്ഞ സാർ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞതാണ്, സാർ എന്തായാലും ഒരു സെഷൻ വെച്ച് കൊടുക്കൂ. കാരണം ഒരു സ്റ്റുഡന്റ് ISC കിട്ടിയിട്ടുണ്ടാവും, മദ്രാസ് കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ TIFR കിട്ടിയിട്ടുണ്ടാവും, ഐസർ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ആൾക്ക് ഇത് വലിയൊരു ഇതേ സിറ്റുവേഷനിലാണോ നിങ്ങൾ എല്ലാവരും? എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് സാർ. ഇപ്പൊ ഇന്റഗ്രേറ്റഡ് PhD ഇപ്പൊ തന്നെ ചെയ്യണോ അതോ പിന്നെ MSc കഴിഞ്ഞ് റിസർച്ചിനോട് കുറച്ചും കൂടി പാഷനേറ്റ് ആയി നോക്കണോ, എല്ലാം ഒരു കൺഫ്യൂഷൻ. ഞാൻ അതുകൊണ്ട് ഒന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല ഇപ്പൊ. പിന്നെ TIFRന്റെ റിസൾട്ടും വന്നിട്ടില്ല, അതും വെയിറ്റിംഗ് ആണ്. ഓക്കെ എല്ലാം ഓക്കെ. കൺഫ്യൂഷൻ ആണ് സാർ. നമുക്കൊരു കാര്യം IIS ചെയ്യാം. നമുക്ക് IISc-ലെയും ഐസറിലെയും അതേപോലെ തന്നെ മദ്രാസിലും പഠിക്കുന്ന ഒരു 2 3 കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ IIT മദ്രാസിലെ HOD ആയിട്ടുള്ള വരദരാജൻ സാർ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളുടെ ഒരു റെപ്രസെന്റേറ്റീവ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ഡിസ്കഷൻ പോലെ നടത്താം. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും ഓരോ സ്ഥലത്തുള്ള പ്ലസും മൈനസും. ചില സ്ഥലത്ത് CGPA ഈസി ആയിട്ട് കിട്ടും, ചില സ്ഥലത്ത് അത്ര കിട്ടിക്കോളണമെന്നില്ല. ചില സ്ഥലത്ത് നിങ്ങൾക്ക് നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കിട്ടും, ചില സ്ഥലത്ത് കുറച്ചും കൂടെ റിസർച്ച് ഓറിയന്റഡ് ആയിരിക്കും. അപ്പൊ അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് അതിനെ ചൂസ് ചെയ്യാം. പിന്നെ ഫീ ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഓരോ സ്ഥലത്തും ഫീ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീക്കെൻഡിൽ എപ്പോഴെങ്കിലും ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്കൊരു മീറ്റിംഗ് ആയിട്ട് വെക്കാം. ഒരുപാട് കുട്ടികളിലല്ലേ നമ്മുടെ അടുത്ത് തന്നെ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 100+ സ്റ്റുഡൻസ് IIT ആൻഡ് NIT തന്നെ പോകാനുണ്ട്. 130 സ്റ്റുഡൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് സെഷൻ ആയിട്ട് വെക്കാം.
അപ്പൊ ഈ ഓക്കെ ഒരു സാർ, നല്ല തേജ, ഹെൽപ്ഫുൾ ആയിരിക്കും. അതെ അതെ, ഈ ഒരു നിങ്ങൾക്കുള്ള ഈ ഒരു സംശയം സോൾവ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? റിസർച്ച് ഫ്യൂച്ചർ തന്നെയാണോ? പ്ലാൻസ് അതും എനിക്കിപ്പോ അങ്ങനെ ഒരു കൺഫേംഡ് ആയ റിസർച്ച് തന്നെ 100% ഇൻട്രസ്റ്റ് ഉണ്ടോ വെച്ചാൽ ഐ എം നോട്ട് ഷുവർ. മേ ബി MSc കൂടെ ചെയ്യുമ്പോൾ ക്ലിയർ ആവുമായിരിക്കും. അതെ അതെ. ആ, അല്ലെങ്കിൽ മേ ബി കോമ്പറ്റേറ്റീവ് എക്സാംസ്, ജോബ്സ് റിലേറ്റഡ് കുറെ കോമ്പറ്റേറ്റീവ് എക്സാംസ് അങ്ങനെ നോക്കാം. അതും അബ്രോഡ് PhD ചെയ്യണം. ഒന്നും എനിക്ക് ഇപ്പൊ അങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് അവര് അറിയില്ല. കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും നിങ്ങൾ MSc ചെയ്യുന്ന സമയത്ത്. കാരണം അവിടെ നിങ്ങൾ ഫസ്റ്റ് ഇയർ ഒക്കെ ആവുന്ന സമയത്ത് സെക്കൻഡ് ഇയേഴ്സ് പല സ്ഥലത്ത് പ്ലേസ്ഡ് ആയി കാണുമ്പോൾ പുറത്ത് PhDക്ക് പോകുന്നവരുണ്ടാകും, ജോബിന് പോകുന്നവരുണ്ടാകും. അപ്പൊ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കൂടെ അറിയുമ്പോൾ നമുക്കൊരു ഡിസിഷൻ കുറച്ചും കൂടെ നല്ല രീതിയിൽ എടുക്കാൻ കഴിയും. ഇപ്പം ജാമിന്റെ സമയത്ത് പല എക്സാമിന് തേജ് തന്നെയാണ് നമ്മുടെ എക്സാമിനൊക്കെ ഏറ്റവും ടോപ്പ് മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. മാർക്ക് കുറയുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴായിട്ട് കണ്ടിട്ടില്ല. എന്നാലും നിങ്ങൾ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റേഞ്ച് ഉണ്ടാവുമല്ലോ. ഞാൻ പലപ്പോഴും തേജോട് പറയാറുണ്ട്, ഒരു സെക്കൻഡ് ടോപ്പറിനേക്കാളും ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് അല്ലേ, തേജ് ഒരു 10 to 15 മാർക്ക് എല്ലാ എക്സാമിനും സ്കോർ ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ട്. അത് പറയാൻ കാരണം തേജ് അത്രയും കേപ്പബിൾ ആണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തേജ ചിലപ്പോൾ ഫസ്റ്റ് റാങ്ക് വരെ കിട്ടേണ്ട ആളായിരുന്നു എന്നുള്ള ഞാൻ പറയുന്നു. അതെല്ലാവരും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നതാണ്. ഇറ്റ്സ് ഓക്കെ, അവർ തമാശയിൽ അവർ പറഞ്ഞതാണ്. അപ്പൊ എന്നെ ചോദിക്കുന്ന ഇതാണ്, ഈ ഇങ്ങനെയുള്ള ഓരോരുത്തർക്കും ഉണ്ടാകും. നിങ്ങളുടെ ഓരോ സ്റ്റുഡൻസിന്റെ എക്സ്പെക്ടേഷൻ പല തരത്തിലാണ്. ഇപ്പൊ തേജ ചിലപ്പോൾ ഫസ്റ്റ് 10 ടാർഗറ്റ് ചെയ്ത, അല്ലെങ്കിൽ ഫസ്റ്റ് 100 ടാർഗറ്റ്, അപ്പൊ ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവിൽ വ്യത്യാസമുണ്ടാവും. അപ്പം എക്സ്പെക്ട് ചെയ്ത രീതിയിലല്ലാതെ പെർഫോമൻസ് പോയ സമയങ്ങളുണ്ടോ ഈവൻ കോച്ചിങ്ങിന്റെ സമയത്ത്? എന്തായാലും ഉണ്ട് സാർ അങ്ങനെ. ഈവൻ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ആദ്യം തന്നെ ഞാൻ എല്ലാ എക്സാമിനും ഫസ്റ്റ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവില്ലേ നമുക്ക് ഇങ്ങനെ കോമ്പറ്റേറ്റീവ് അല്ലാതെ ചാപ്റ്റർ നമ്മൾ വൈസ്. അതിലൊക്കെ ഓർഗാനിക് പിന്നെ എനിക്ക് ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും അറിയില്ലായിരുന്നു. അത് പിന്നെ അതുകൊണ്ട് ഒരു ഗ്രാജുവലി ആണ് കൂടി കൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായത്. ഫിസിക്കലി എനിക്ക് അറിയാന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ആദ്യം യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ എനിക്ക് അറിയുന്ന ചാപ്റ്റേഴ്സിൽ പോലും മാർക്സ് കുറയുമായിരുന്നു. അപ്പൊ ഞാൻ നല്ല ഡൗൺ ആയി. ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്കിത് ജാം പറ്റും തോന്നുന്നില്ല വിചാരിച്ച പോലെ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നെ ഒരു പോയിന്റിൽ ഇമ്പ്രൂവ്മെന്റ് കണ്ടു. അത് പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് പോയി. ഈവൻ എനിക്ക് തോന്നുന്നു ടുവേർഡ്സ് എൻഡ് നമ്മുടെ ടെസ്റ്റ് സീരീസിന്റെ ടൈമിലായാലും ഓർഗാനിക്കിൽ എനിക്ക് നല്ല രീതി വെച്ചാൽ എക്സ്പെക്ട് ചെയ്തതിനൊക്കെ കാട്ടും കുറവ് തന്നെയായിരുന്നു മാർക്ക്. അപ്പൊ ഞാൻ ഓർഗാനിക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചു. എനിക്കറിയാം എനിക്ക് ഓർഗാനിക് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നെയിം റിയാക്ഷൻ റിയേജൻസ് ഒക്കെ ഞാൻ മീൻസ് ആ ചാപ്റ്റർ ഫസ്റ്റ് പഠിച്ച സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു 1 month ഓൾമോസ്റ്റ് ഡെയിലി ഞാൻ റിവൈസ് ചെയ്യുമായിരുന്നു ആ 2 ചാപ്റ്റേഴ്സും. അങ്ങനെ അതെനിക്ക് പിന്നെ തറവായി. പിന്നെ എനിക്കത് മറന്നിട്ടേ ഇല്ല. അപ്പൊ എന്റെ ആ ഒരു വീക്ക്നെസ് മനസ്സിലാക്കി ഞാൻ ഓർഗാനിക്കിന് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഒക്കെ ആയപ്പോ. ഡൗൺ ഓക്കെ. ആയിട്ടുണ്ട് സാർ. ഓർഗാനിക്കിലാണ് പൊതുവെ എനിക്ക് മാർക്ക് കുറയാറുള്ളത് കമ്പാരിറ്റീവ്ലി. അപ്പൊ പക്ഷെ അതെനിക്ക് അറിയാം എനിക്കത് വീക്കാണ്. അത് ഞാൻ അങ്ങനെ ഡൗൺ ആവാറില്ല. പക്ഷെ ഞാൻ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. എന്ത് പറഞ്ഞു കോളേജിലെ ടീച്ചേഴ്സ് ഒക്കെ? കോളേജിൽ പോയില്ലായിരുന്നോ? ഇല്ല, ഞാൻ കോളേജ് ആ, കോളേജ് കുറച്ച് എറണാകുളമാണ്. ദൂരെയാണല്ലോ അല്ലേ? നിങ്ങൾ കാസർഗോഡും കോളേജ് എറണാകുളമാണല്ലേ? വിളിച്ചില്ലേ ടീച്ചേഴ്സിനെ ഒക്കെ? ഞാൻ TIFRന്റെ കിട്ടിയ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ നല്ല ഹാപ്പി ആയി. അവര് റെക്കമെൻഡേഷൻ ലെറ്റർ ഒക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ചപ്പം ഭയങ്കര ഹാപ്പി ആയി. അവര് ശരിക്കും ഹാപ്പി ആയെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നു അത് എന്താണ് പ്രാക്ടിക്കലി അങ്ങനെ തന്നെ ആക്കി എടുക്കും എന്നുള്ളത്. ISCയുടെ ഒരു ഫാക്കൽറ്റി ഒക്കെ ആയിട്ടാണ് നിങ്ങളെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ വന്നപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്, ഈവൻ അമ്മ ഉണ്ടായിരുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും അത് എന്ത് ചെയ്യണം, അതിലേക്ക് എത്തിക്കണം. ഓക്കെ അല്ലേ? ട്രൈ ചെയ്യാം സാർ. പോസിബിൾ ആണ്. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്യും. അതേപോലെ തേജ, എന്തായാലും തേജക്കായിട്ട് കുട്ടികൾ കുറെ ടിപ്സ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഇത്രയും നല്ല റാങ്കിലേക്ക് എത്തിയ ഒരാളെന്നുള്ള നിലയിൽ നിങ്ങളൊരു പല സ്ട്രാറ്റജീസ് നിങ്ങളുടേതായിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ അപ്കമിങ് സ്റ്റുഡൻസിനോട് അവരുടെ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക്, എന്തായാലും ഒരുപാട് സജഷൻസ് ഉണ്ടാവും. അതൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ സാർ. ജാമിന് എല്ലാവരും ഒരു നല്ല റാങ്ക് കിട്ടണം, നല്ലൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പാസ് ആവണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കും കോച്ചിങ്ങിനോ അല്ലെങ്കിൽ സെൽഫ് പ്രിപ്പറേഷൻ എന്തായാലും അവർ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ ആദ്യം ഉണ്ടാവുന്ന ഒരു ഇൻട്രസ്റ്റ് ഏറ്റവും ലാസ്റ്റ് വരെ ഉണ്ടായിരിക്കണം. അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത്. കാരണം എനിക്കും പറ്റിയൊരു മിസ്റ്റേക്ക് അതായിരുന്നു. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഫസ്റ്റ് ഡേ ടു ലാസ്റ്റ് ഡേ ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ ഈസിലി നല്ലൊരു റാങ്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ ഓൺഗോയിങ് സ്റ്റുഡൻസ് ആണെങ്കിൽ പ്രോബ്ലം സോൾവിംഗിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇന്നത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രോബ്ലം സോൾവിംഗിലാണ് നമുക്കൊരു എഡ്ജ് വേണ്ടത്. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ കോച്ചിങ് ബെൻസിൽ കോച്ചിങ് സെന്ററിന്റെ പാർട്ട് ആവുന്ന സമയത്ത് മോക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ
അതിന്റെ അതും സീരിയസ് ആയി തന്നെ അപ്രോച്ച് ചെയ്യാം. പിന്നെ അതുപോലെ എനിക്ക് ബെൻസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യമാണ് AITS. നമുക്ക് എല്ലാ മന്തിലും ഉള്ളതുകൊണ്ട് ഇവൺ ഓൺ ഗോയിങ് സ്റ്റുഡൻസിനായാലും റിവിഷനും അതിന്റെ കൂടെ തന്നെ നടക്കുന്നു എനിക്ക് തോന്നുന്നു. റിവിഷൻ എക്സ്ട്രാ നമ്മൾ അതിനായി നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ മന്തും ഒക്കെ നമ്മൾ പഠിച്ച കാര്യം വീണ്ടും റിവൈസ് ചെയ്ത് പോകും. അപ്പോ പ്രോബ്ലം സോൾവിംഗിൽ ഇതുപോലെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 1 hour കോളേജിൽ തന്നെ ഇതുണ്ടെങ്കിൽ ഒരു 1 hour എങ്കിലും ജാമിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നോക്കാം. വീക്കെൻഡ്സിൽ കുറച്ചും കൂടി ടൈം ഇട്ട് കൊടുക്കാം. അങ്ങനെ കൺസിസ്റ്റന്റ് ആയി പോയാൽ ഈസിലി നല്ലൊരു റാങ്ക് കിട്ടാവുന്ന എക്സാമേ ഉള്ളൂ ജാം. അങ്ങനെ ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം ഒന്നും അല്ല. AITS എക്സാം എഴുതുമ്പോൾ ചെറിയ പേടിയുണ്ടാവും, എങ്ങാനും മാർക്ക് കുറഞ്ഞു പോകുമോ? കാരണം എല്ലാ എക്സാമിലും ഏറ്റവും ടോപ്പ് റാങ്ക് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ വരാറുണ്ടോ? കാരണം 3 hour ജാം മോഡൽ ടെസ്റ്റ് ആണല്ലോ. AITS എനിക്ക് ശരിക്കും ബെൻസിൽ ഇഷ്ടപ്പെട്ടൊരു ഇത് തന്നെയാണ്. കാരണം ആ ഒരു കോമ്പറ്റീഷനും ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ ഹോൾ സിലബസ് സ്റ്റാർട്ടിംഗ് തൊട്ടേ എഴുതുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് മനസ്സിലാവും. എത്രത്തോളം സിലബസ് നമ്മൾ കവർ ചെയ്തു അങ്ങനെയുള്ള. എക്സാമിന് മുന്നേ അങ്ങനെ ടെൻഷൻ അങ്ങനെ ഉണ്ടാവാറൊന്നും ഇല്ല. എന്നാലും കോമ്പറ്റീഷൻ ഓവറോൾ നിങ്ങളൊരു ജാം കോച്ചിങ് എടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ ഇടയിൽ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അത് ബെൻസിൽ നിന്ന് നമുക്ക് കിട്ടിയോ? നല്ല രീതിയിൽ ഉണ്ടായിരുന്നു കോമ്പറ്റീഷൻ. അതെനിക്ക് ഏറ്റവും ഒരു ഇതായി തോന്നുന്നു. നമ്മൾ ടെസ്റ്റ് സീരീസ് എഴുതുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലാവും ജാം എക്സാമിന്റെ അതേ ഒരു ലെവലില് തന്നെ ഇത്രയും പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിലൂടെ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് ക്ലാസ്സുകൾ? നമ്മുടെ ടീച്ചേഴ്സ്, ഗാന ടീച്ചർ ആയിക്കോട്ടെ, ഇജാസ് സാറിന്റെ ക്ലാസ് ആയിക്കോട്ടെ, എല്ലാം നമുക്കൊരു ബേസ് മുതലേ മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നില്ലേ? അതെ സാർ, അതെ. ഞാൻ കൂടുതൽ ലാസ്റ്റ് ഇയർ റെക്കോർഡഡ് വീഡിയോസ് ആണ് ഡിപ്പെൻഡ് ചെയ്തത്. കാരണം മുന്നേ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഇതില്. അപ്പോ ഈവൻ ഇജാസ് സാറിന്റെ ക്ലാസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ബേസ് മുതൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഫോളോ ചെയ്യാൻ ഒട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഗാന മിസ്സിന്റെ ക്ലാസ് ആണെങ്കിലും ഈവൻ സാറിന്റെ ക്ലാസ് ആണെങ്കിലും എനിക്ക് ഓർഗാനിക് ഒക്കെ കുറച്ച് വീക്കായി, പക്ഷെ എല്ലാം എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. ബേസ് മുതലേ എടുത്തു പോകുന്നത് കൊണ്ട് ക്ലാസ് ഫോളോ ചെയ്യാനൊന്നും അതുകൊണ്ട് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നല്ല എഫക്റ്റീവ്. പിന്നെ നമുക്ക് പ്രോബ്ലം സോൾവിംഗ് സെഷൻസും ഉണ്ടായിരുന്നു. അതും എനിക്ക് നല്ല എഫക്റ്റീവായി തോന്നിയിട്ടുണ്ട്. അതീവൻ നമ്മുടെ കഴിഞ്ഞ ടോപ്പേഴ്സ് എടുത്ത ലൈബ്രറിയാണ്. കൃഷ്ണപ്രിയയും ഫിദിയൊക്കെ റെക്കോർഡ് ചെയ്ത് ഒരുപാട് ലൈബ്രറി ഉണ്ട്. കാരണം ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഒരുപാട് ബുക്സ് റെഫർ ചെയ്തിട്ട് ഏറ്റവും റുട്ടീൻ ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലാതെ സെലക്ടഡ് പ്രോബ്ലംസ് അവരുടെ ലൈബ്രറിയിൽ ഉണ്ടാവും. കാരണം അവർ ഇത്രയും റാങ്കിലേക്ക് എത്താൻ എന്തായാലും ഒരു നല്ല ഫിൽട്ടറിങ് നടന്നിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് അവരോട് തന്നെ അങ്ങനത്തെ ക്രീം ആയിട്ടുള്ള പ്രോബ്ലംസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പറയുന്നത്. അതെന്തായാലും ഒരുപാട് കുട്ടികൾ പറഞ്ഞു. പല കുട്ടികളും ഈവൻ അത് മാത്രം കണ്ടവരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡന്റ് പറഞ്ഞു അത് വളരെ ഹെൽപ്ഫുൾ ആയി എന്ന്. അതെ സാർ, തിയറിനെക്കാട്ടി സത്യം പറഞ്ഞാൽ പ്രോബ്ലംസ് തിയറി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് കുറച്ചും കൂടി പ്രോബ്ലംസ് ആണ് നമ്മൾ പരിചയം ഉണ്ടാവേണ്ടത്. അങ്ങനെ അപ്പൊ പ്രോബ്ലം സോൾവിംഗ് സെഷൻ ശരിക്കും ഹെൽപ്ഫുൾ ആയിരുന്നു. എന്ത് പറയുന്നു ഓവറോൾ ഫാമിലി എല്ലാവരും ഹാപ്പി? എല്ലാവരും ഹാപ്പിയാണ് സർ. എനിക്ക് തോന്നുന്നു തേജയുടെ കേസിൽ ജാം എക്സാമിന്റെ മുന്നേ ഉള്ള പീരീഡിനേക്കാളും ജാം എക്സാം കഴിഞ്ഞ സമയത്തുമാണ് കുറച്ചൊരു ടെൻഷൻ വെറുതെ വന്നത് അല്ലേ? റാങ്ക് കുറഞ്ഞു. പക്ഷെ അന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈവൻ തേജയുടെ സ്കോർ വെച്ചിട്ട് നമ്മൾ അപ് ടു 30 വരെ നമ്മള് ഡിസ്കഷനിൽ വന്നിട്ടുണ്ട് അല്ലെ? ഒരു മോസ്റ്റ്ലി 30 വന്ന സമയത്ത് എനിക്ക് പിന്നെ അത്രയും ടെൻഷൻ ഇല്ലായിരുന്നു മാർക്സ് കണ്ടപ്പോ. പക്ഷെ അതുവരെ ഞാൻ ഒക്കെ തെറ്റിച്ചോ അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ എന്താ ചെയ്ത് എനിക്ക് തന്നെ ഓർമ്മയില്ലായിരുന്നു എക്സാം ഹോളിൽ. ഈവൻ ക്വസ്റ്റ്യൻസ് പോലും ബ്ലാങ്ക് ആയിപ്പോയി. അപ്പം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. 3 hour എന്ന് പറഞ്ഞ ഒരു ഓട്ടമാണല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ എന്ത് ചെയ്തു നമുക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ലല്ലോ. പിന്നെ എല്ലാവരും ഒന്ന് രണ്ട് കുട്ടികൾ എന്നോട് പറഞ്ഞു എക്സാം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എല്ലാവരും ടഫ് ആണെന്ന് പറഞ്ഞപ്പോ ഈവൻ എനിക്കും ടഫ് ആണോ എന്നൊരു തോന്നല് ആ ഒരു ഇതുണ്ടല്ലോ. അതെ സാർ, പിന്നെ നോക്കുമ്പോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോ അത്രയും ടഫ് പോലെ തോന്നിയില്ല എനിക്ക് രണ്ടാമത്. പക്ഷെ എന്താണെന്നറിയില്ല എക്സാം കഴിഞ്ഞപ്പോ എന്തൊക്കെയോ മാത്സിന്റെ ക്വസ്റ്റ്യൻ കണ്ടതോടുകൂടി എല്ലാവരും ഒന്ന് ടെൻസ്ഡ് ആയി പോയി. പിന്നെ NIT സെഷനും കുറച്ച് എനിക്ക് ഡിഫിക്കൽട്ട് ആയി തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവെ എപ്പോഴും ഞാൻ മാർക്ക് സ്കോർ ചെയ്യുന്ന സെഷൻ NIT ആണ്. അപ്പൊ ഞാൻ കുറച്ച് ടെൻസ്ഡ് ആയി. എന്തായാലും TIFR കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. കണ്ടല്ലോ നിങ്ങൾ ഓൾറെഡി ക്യാമ്പസ് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടം വരുമല്ലോ ക്യാമ്പസിനുള്ള. അത്രയും നല്ലൊരു ക്യാമ്പസ് നല്ലതാണ്. പക്ഷേ സാർ എനിക്ക് തോന്നുന്നു TIFR എക്സിറ്റ് ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതിനെ പറ്റി എനിക്ക് അത്ര ഷുവർ ഇല്ല. പോയി ഒരു 7 years പുറത്തേക്ക് പോകണമെങ്കിൽ അതിനൊരു ചാൻസ് കുറവല്ലേ? അതുകൊണ്ടൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ അതൊന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല. സാറിനോടൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാൻ തന്നെയാണ് വിചാരിച്ചത്. എന്തായാലും നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ജേർണി എൻജോയ് ചെയ്തു. സാർ, പിന്നെ എനിക്ക് റംഷാദ് സാറിനോട് ഒരു ബിഗ് താങ്ക്സ് പറയാനുണ്ട്. സാറ് കോൺസ്റ്റന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈവൻ ജാം എക്സാം കഴിഞ്ഞ സമയത്ത് ഡൗൺ ആയ സമയത്തും സാർ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാമിന് മുന്നേ ആയാലും
നോ മാറ്റർ എക്സാം എങ്ങനെ പോയി ഏത് റാങ്ക് കിട്ടുന്നൊന്നും അല്ല, നമ്മൾ ആ പഠിക്കുന്ന കെമിസ്ട്രി നമ്മുടെ കൂടെ എന്തായാലും ഉണ്ടാവും. 7 months നമ്മൾ വർക്ക് ചെയ്ത് സാധനം ഉണ്ടാവുന്ന സാർ പറഞ്ഞപ്പോൾ അതെനിക്ക് ശരിക്കും നല്ല മോട്ടിവേഷനായി തോന്നിയിട്ടുണ്ടായിരുന്നു. സാർ അങ്ങനെ ഈവൻ എക്സാമിന് ഓരോ ഡൗൺ ആകുമ്പോൾ സാർ നെക്സ്റ്റ് ടൈം നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള മോട്ടിവേഷൻ സാർ തരുമായിരുന്നു. അതെനിക്ക് ശരിക്കും നല്ല രീതിയിൽ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. താങ്ക് യു സർ. ഓക്കെ ഓക്കെ, വെൽക്കം തേജ. അപ്പൊ എന്തായാലും തേജയുടെ നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ട് കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാവും. അപ്പൊ അതൊരു നമുക്ക് ഡീറ്റെയിൽഡ് സെഷനായിട്ട് നമുക്കൊന്ന് എന്ത് ചെയ്യണം, ഒരു ഓരോ എന്താണ് നമ്മുടെ പ്രിപ്പറേഷന്റെ ഓരോ കാര്യങ്ങളും. ഈവൻ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത്, ഈവൻ കഴിഞ്ഞ ഓൾ ഇന്ത്യ റാങ്ക് 5 വന്ന ഫിദയുടെ എല്ലാ, ഈവൻ നിങ്ങളും അത് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഫിദയുടെ നോട്ട്സ് പോലും നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ട്. സാർ ആ ഒരു അതേപോലെ സാധനം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ ഒരു പിത സീനിയർ ആ ഒരു പ്രോബ്ലം സോൾവിങ്ങിന് ഒരു ബുക്ക് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഇങ്ങനെ അത് ഞാനും അതേപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ശരിക്കും ഹെൽപ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടായിരുന്നു. അതെ. അപ്പൊ ഈ തവണ തേജയുടെയും അമല, നിങ്ങൾ കുറച്ച് പേരുടെ നോട്ട്ബുക്സ് അപ്കമിങ് സ്റ്റുഡൻസുമായിട്ട് എല്ലാവരുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യണം. കാരണം എല്ലാത്തിലും ഉണ്ടാവും, എല്ലാം പല കാര്യങ്ങളും കോമൺ ആണെങ്കിൽ പോലും നിങ്ങളായിട്ട് എന്താണ് ചില കോമൺ അല്ലെങ്കിൽ ചില എന്താണ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്താണ് ഗ്യാദർ ചെയ്തതുണ്ടാവും. അപ്പം ഇവര് നമ്മളെല്ലാവരുമായിട്ട് എന്താണ് അപ്കമിങ് സ്റ്റുഡൻസിന് അത് വളരെ ഹെൽപ്ഫുൾ ആവും. ഓക്കെ. അപ്പൊ എന്തായാലും തേജ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു തവണയും കൂടെ നമ്മൾ മീറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് കുട്ടികളോട് ഇനി ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത മീറ്റിംഗിലാക്കാം. ഓക്കെ അല്ലേ? അപ്പൊ വളരെ സന്തോഷം നമ്മുടെ ടീമിന്റെ ഭാഗമായതിലും, അതേപോലെ തന്നെ ഏറ്റവും നല്ല റിസൾട്ട് നിങ്ങളുടെ ഹാർഡ് വർക്ക് ആണത്. ആ ഹാർഡ് വർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾ ജനറേറ്റ് ചെയ്തതിലൊക്കെ വളരെ സന്തോഷം. ഓൾ ദ ബെസ്റ്റ് തേജ. താങ്ക് യു സോ മച്ച്.